ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചതോടെയാകുമോ വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചത്? നമ്മൾ വെരി ഫസ്റ്റ് ഡേയിൽ തന്നെ പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ മിഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ മിഷൻ എന്താണോ ടെററിസ്റ്റ് ഹബുകളെ എയിം ചെയ്യുക, തൽക്കാലത്തേക്കെങ്കിലും ആ ടെററിസ്റ്റുകൾ ഇതിനും പഹൽഗാമും അതിനു മുമ്പുള്ള അക്ഷർധാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ടെററിസ്റ്റ് അറ്റാക്കുകൾക്കും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്ക് ക്ലിയർ കട്ടായിട്ടൊരു മറുപടി കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശം നമ്മൾ സാധീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെച്ചിരിക്കുന്ന എയിം എന്നുള്ളത് അത് സാറ്റിസ്ഫൈ ചെയ്തു. നൗ ദ പോയിന്റ് ഓഫ് ഇഷ്യൂ ഈസ് ദാറ്റ് എല്ലാവരും എയിം പ്ലസ് എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എയിം പ്ലസ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ എയിം പ്ലസിലോട്ട് അവർ തള്ളിവിടുവാണെന്നുണ്ടെങ്കിൽ പോകാം എന്നുള്ള ഒരു കണ്ടീഷൻസ് ആണ് നമ്മൾ തയ്യാറെടുപ്പ് കൂടി വന്നത്. പ്രൊവോക്കേഷൻ ഇന്നലെയും നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസാനം അവർ നാണം കേട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു അറ്റാക്ക് നടത്തി അവിടുത്തെ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ചെയ്ത ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളും ആയുധങ്ങളും തകർന്നു തരിപ്പണമായി. ഇന്ത്യയുടെ ആക്രമണത്തിന്റെ ചൂട് ലാഹോറും കറാച്ചിയും വരെ അറിഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ. അത്രയ്ക്കും നാശമുണ്ടായോ പാകിസ്ഥാന്? അവിടെ നാശമുണ്ടായി എന്നുള്ളത് അവർ എല്ലാ രീതിയിലും നമ്മൾ വിത്ത് ഫോട്ടോഗ്രാഫ് സമ്മതിക്കുന്നുണ്ട്. ബട്ട് അവരത് ഒരു കാരണവശാലും ഒരു രാജ്യവും അത് ആ കാര്യത്തിലോട്ട് വരില്ല. കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാശമുണ്ടായി എന്ന് അവർ സമ്മതിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ അറ്റാക്കിന്റെ ഇന്റൻസിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് തന്നെ വേണം നമ്മൾ കരുതുവാനായിട്ട്. അതൊരു ബാറ്റിൽ ഡാമേജ് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ബാറ്റിൽ ഡാമേജ് റിപ്പോർട്ട് അവർ വെളിയിൽ വിടത്തുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബാറ്റിൽ ഡാമേജ് അസസ് ചെയ്യുവാണെങ്കിൽ ആസ് പെർ ദി ഫയർ പവർ ആൻഡ് പ്രഹരശേഷിയുടെ ഇന്റൻസിറ്റി നോക്കിയാൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അവർക്ക് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായി എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാനായിട്ട്. സർ, ഇന്ത്യൻ ആക്രമണത്തിൽ സമാനതകളില്ലാതെ നാശമുണ്ടായതോടെയാണ് പാകിസ്ഥാൻ സഹായത്തിനായി സൗദി, അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇതോടെ അമേരിക്ക ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച് വെടിനിർത്തലിന് കളമൊരുക്കി എന്നാണ് വാർത്തകൾ വരുന്നത്. ശരിക്കും അങ്ങനെയായിരുന്നു? യുഎസിന്റെ പ്രസൻസ് രണ്ട് രാജ്യങ്ങളിലും നമുക്ക് അത് പണ്ട് മുതലേ വായിച്ചെടുക്കേണ്ടതാണ്. അവരുടെ ഒരു സ്ഥാപിത താല്പര്യമുണ്ട്. വെദർ വിളിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇല്ലെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ ഡേ ടു ഡേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ഓഫ് കോഴ്സ് നമ്മുടെ അയൽ രാജ്യത്തുമുണ്ട്, അതുപോലെ നമ്മളിലുമുണ്ട്. നമ്മൾ അതിനെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ് ഇഷ്യൂ വരുന്നത്. ശരിക്കും നമ്മൾ ഹൈഡ് ചെയ്യുവാണോ അതോ നമ്മൾ ഒരു തേർഡ് പാർട്ടിയെ ഇന്റർഫിയർ ചെയ്തില്ല എന്ന് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. കാര്യം സൗദി അറേബ്യ ഇടപെട്ടു എന്നുള്ളത്, അവർ ഇടപെടുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരങ്ങ് ഇടപെടുക ആ ഒരു രീതിയിൽ ഇടപെടുകയല്ല ചെയ്തത്. അവർ എക്സ്റ്റേണലായിട്ട് നമ്മളോട് അതുപോലെ തന്നെ അയൽ രാജ്യത്തോടും പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രാജ്യം ഒരു കാരണവശാലും മൂന്നാമതൊരു രാജ്യത്തിൻ്റെ ഒപ്പീനിയൻ എടുത്ത് അതനുസരിച്ച് വഴങ്ങി തീരുമാനിക്കുന്ന ഒരു രാജ്യമല്ല. അതുപോലെ തന്നെ അത്രയും ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് നമ്മൾ പോയിട്ടില്ല ഒരു സീസ് ഫയർ ഉണ്ടാവാൻ. വാറുണ്ടായാലേ സീസ് ഫയർ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പോഴും ഇതിനെ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അവരെന്ത് ചെയ്തു അതിന് നമ്മൾ തിരിച്ചടി കൊടുത്തു എന്നുള്ള ആ ആംഗിളിൽ മാത്രമാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അതിനെ ചിത്രീകരിച്ചാൽ മതി. നമ്മൾ ഓഫ് കോഴ്സ് അവരൊരു ക്ലാഷുമായിട്ട് വന്നു, നമ്മൾ ഗിഫ്റ്റിംഗ് റിപ്ലൈ കൊടുത്തു. അല്ലാതെ നമ്മളിപ്പം അൾട്ടിമേറ്റ് വിക്ടറി ക്ലെയിം ചെയ്യാൻ നമുക്കും ആവില്ല, അവർക്കും ആവത്തില്ല. കാര്യം അൾട്ടിമേറ്റ് വിക്ടറി ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ട് വി ഗെയിൻഡ് എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ വി റെയ്ഡഡ് ഫ്യൂ ടെററിസ്റ്റ് ക്യാമ്പ് അല്ലെ ലൊക്കേഷൻ ആൻഡ് ഒരുപാട് ടെററിസ്റ്റുകൾക്ക് ലോസ് സംഭവിപ്പിച്ചു എന്നുള്ളത് പറയാനെന്നല്ലാതെ ഫർദർ തിങ്സിലോട്ട് നമുക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ ആദ്യം മുതലുള്ള വെപ്പൺ എഫിഷ്യൻസിയെ അവർ ഭയപ്പെട്ടിരുന്നു. അവരുടെ വെപ്പൺ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത്രത്തോളം ആയില്ല എന്നും അവരത് മനസ്സിലാക്കുകയും ചെയ്തു. അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല റിസൾട്ട് ഉണ്ടായത്. അവര് നല്ല രീതിയിൽ അതിർത്തിയിൽ വിന്യസിച്ച് അവരവരുടെ എല്ലാവിധ മിലിറ്ററി എഫിഷ്യൻസി കേപ്പബിലിറ്റിയും പുറത്തെടുത്തപ്പോൾ നമ്മൾ അതിനെ നല്ലതുപോലെ തടയുകയും നമ്മുടെ വെപ്പൺ എഫിഷ്യൻസി സിസ്റ്റം വളരെ നല്ലതാണെന്ന് ഇപ്പോൾ ലോകത്ത് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും
ഇതിൽ സീസ് ഫയറിലോട്ട് അവർ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂച്ചിൽ ഉള്ള ആ ഇന്റേണൽ പ്രോബ്ലം കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം. അവരുടെ ഫോഴ്സിന്റെ 90% ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചുവിട്ടപ്പോൾ ഇന്റേണലി അവരുടെ ഫോഴ്സിനെ ബലൂച്ചിലൊന്നും വിന്യസിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാനായിട്ട് അവർക്ക് ഫോഴ്സ് കുറഞ്ഞു. അപ്പോൾ അവരെ ഒരു ടെമ്പററി ആയിട്ടൊരു സീസ് ഫയറിന് തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ഡീമൊബിലൈസ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള ഇന്ത്യക്കെതിരായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ട്രൂപ്സിനെ അവരുടെ ഇന്റേണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ബലൂചിസ്ഥാനിലോട്ട് റീഡയറക്ട് ചെയ്യാം. അതുകൊണ്ടാണ് അവർ താൽക്കാലികമായിട്ട് ഈ വെടിനിർത്തലിന് വന്നിട്ടുള്ളത്. ഇതൊരു പെർമനന്റ് ആയിട്ടോ സെമി പെർമനന്റ് ആയിട്ടോ ഞാൻ കാണുന്നില്ല. കാരണം ഇൻഡസ് വാട്ടർ ഡിപ്ലോമസി അല്ലെങ്കിൽ ഇൻഡസ് റിവർ പ്രോബ്ലമും അതുപോലുള്ള മേജർ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ അവരൊരു കാരണവശാലും അത് അംഗീകരിച്ചുകൊണ്ടൊരു സീസ് ഫയറിന് ആ രാജ്യം തയ്യാറാവില്ല. പക്ഷേ അവർക്ക് ഇപ്പോൾ വേണ്ടത് താൽക്കാലികമായിട്ട് അവരുടെ ട്രൂപ്സിനെ അവരുടെ ഇന്റേണൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വേണം. അതുകൊണ്ട് ആ ഒരു ടാക്ടിക്കലായിട്ട് അവർ ഒരു മൂവ് ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ സഹകരിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സാർ, കഴിഞ്ഞ ദിവസം ട്രംപ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു മധ്യസ്ഥത വഹിച്ചെന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇന്ത്യ അത് തള്ളിക്കളയുകയും ചെയ്തു. മധ്യസ്ഥർ ഇല്ലാതെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് എന്നാണോ? അത് ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യില്ല. ബിക്കോസ് പ്രസന്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു പ്രോ US അപ്രോച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ രീതിയിലും. ബീറ്റ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ബൈ പേഴ്സണൽ ഓർ ഈവൻ അതർവൈസ് ആസ് വെൽ. ഓപ്പണായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ഡേ 1 മുതൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുന്നുമുണ്ട്, തള്ളി പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം എല്ലാ ദിവസങ്ങളിലും നമ്മൾ കാണുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് US ഡയറക്റ്റ് ഇന്റർഫിയറൻസിൽ ബാറ്റിൽ നടക്കുന്നത് മാതിരി രണ്ട് രാജ്യങ്ങൾ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ ഓൺലി, രണ്ട് രാജ്യങ്ങളും US കൺട്രോളിൽ യുദ്ധം നടത്തുന്നത് മാതിരി അല്ലെങ്കിൽ ക്ലാഷ് ഉണ്ടാവുന്ന മാതിരി അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ നിർത്തണം. ആദ്യം പറഞ്ഞു ഓക്കെ നിർത്തണ്ട, അവരുടെ ഇന്റേണൽ പ്രോബ്ലം ആണ്. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പറയുന്നു ഓക്കെ അവർ നിർത്തണം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവരുടെ റോൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയണം. വെദർ ഗവൺമെന്റ് ഹാസ് ടേക്കൺ എ ഡിസിഷൻ ബേസ്ഡ് ഓൺ അവർ പറഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളതല്ല. ബിക്കോസ് നമ്മൾ ആദ്യം മുതൽ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആയിരുന്നു. വി ആർ നോട്ട് റെഡി ഫോർ എ ഫുൾ ഫ്ലെഡ്ജ് വാർ വിത്ത് പാകിസ്ഥാൻ അല്ലെ ടെററിസ്ഥാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫുൾ ഫ്ലെഡ്ജ് വാറിലോട്ട് പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ ആദ്യം മുതലുള്ള ഒരു രീതിയാണ്. നമ്മൾ ആ രീതിയിലാണ് നിന്നതും. അവർക്കൊരു റിപ്ലൈ കൊടുക്കണമായിരുന്നു. ആ റിപ്ലൈ വളരെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലോട്ട് തേർഡ് പാർട്ടി പറഞ്ഞാൽ പോലും നമ്മൾ അതിനകത്ത് അംഗീകരിക്കുക, നമ്മൾ ആദ്യം തന്നെ അംഗീകരിക്കാൻ തയ്യാറായതാണ് ഇത്. പക്ഷേ അവരാണ് പ്രൊവോക്കേഷനുമായിട്ട് വന്നിട്ടുള്ളത്. ആ പ്രൊവോക്കേഷനുള്ള റിപ്ലൈ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. കാര്യം അവരാണ് അപ്രോച്ച് ചെയ്താലും US അപ്രോച്ച് ചെയ്താലും മറ്റുള്ള രാജ്യങ്ങളെ അപ്രോച്ച് ചെയ്താലും ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് രണ്ട് രാജ്യങ്ങളെയും കൊണ്ടുവരാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അവരാണെന്നുള്ളത്. അപ്പം അവരുടെ ആ ഒരു ഇന്റേണൽ സാഹചര്യം കൊണ്ട് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ ആ രീതിയിൽ മൂവ് ചെയ്തതാണെന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. സാർ, ശരിക്കും ആണവായുധ ഭീഷണിയൊക്കെ പാകിസ്ഥാൻ മുഴക്കിയിരുന്നു. സത്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി അവരൊരു പാഠം പഠിച്ചിരുന്നോ? ഇല്ല, ആണവായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ ആണവായുധത്തിന്റെ പ്രശ്നം. ആണവായുധം ടെററിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം ഇന്ത്യക്കല്ല പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. കാര്യം ഈ ഒരു ആണവായുധം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ കൺട്രോളിൽ അല്ലാതെ വന്നാൽ, ഇപ്പോൾ ഉള്ള അയൽ രാജ്യത്തിന്റെ ഗവൺമെന്റ് വീക്കാണെന്നും ആ ഗവൺമെന്റിന്റെ കൺട്രോളിൽ അല്ലാതെ പോയാൽ എല്ലാ രാജ്യങ്ങൾക്കും അതൊരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലോട്ട് പോകുന്നത്. നമ്മൾ ഒരിക്കലും അതിനെ, അതായത് ന്യൂക്ലിയർ അവർ ഉപയോഗിക്കില്ല എന്ന് 100% പറയാനുള്ള കാര്യവും ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. പക്ഷെ സ്റ്റിൽ ഇത് ഒരു ടെററിസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ISI കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആകുമ്പോൾ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ടെൻഷൻ മറ്റുള്ള രാജ്യങ്ങൾക്കും ഉണ്ട്. ഓക്കെ സാർ, വെടിനിർത്തൽ കരാർ ഇന്നലെ പാകിസ്ഥാൻ പലപ്പോഴും ലംഘിച്ചിരുന്നു. ഇനി അവർ സംഘർഷത്തിന് മുതിരുമോ? ദ സെയിം ക്വസ്റ്റ്യൻ 47 മുതൽ കണ്ടിന്യൂ ചെയ്യുന്ന, ഇനി അവർ സംഘർഷത്തിന് മുതിരുമോ എന്നുള്ളത്. വെനെവർ ദേ ആർ ഇൻ ഡീപ് ക്രൈസിസ്, അവരുടെ ഒരേ ഒരു ആനന്ദം, ഒരു പാട്ട് മാത്രമേ അവർക്കുള്ളൂ. അതിന്റെ ഒരു ട്യൂണും അത് തന്നെയാണ്. അവരുടെ രാഗവും താനവും പല്ലവിയും എല്ലാം, രാഗം താളം പല്ലവി എല്ലാം ഒറ്റ ഒരു ട്യൂണാണ്. അത് കാശ്മീരാണ്. ആ കാശ്മീരിന്റെ താളമില്ലാതെ അവർക്ക് ചലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരിനി അക്രമത്തിന് മുതിരുവോ എന്നുള്ള ക്വസ്റ്റ്യൻ അതൊരു എന്താ പറയുക, അത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% അത് ഉറപ്പല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കാശ്മീർ അവരുടെ ജീവനാഡിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കാശ്മീർ പ്രശ്നം പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്യാത്തടത്തോളം കാലം അവർ അറ്റാക്കിന് തന്നെ മുതിരും. അത് വന്നുകൊണ്ടേയിരിക്കും, ഉറപ്പാണത്. ഇപ്പോഴത്തെ ഈ വെടിനിർത്തലൂടെ യുദ്ധസമാന സാഹചര്യമെല്ലാം ഒഴിവായി എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ സാർ?
യുദ്ധസമാന സാഹചര്യം ഒഴിവായി ഞാൻ പറഞ്ഞില്ലേ, ടെമ്പററി ആയിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാര്യം അവരവരുടെ ബലൂച്ചിലെ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ അവരുടെ ഫോഴ്സിനെ അങ്ങോട്ട് റീഡയറക്ട് ചെയ്തപ്പം ഇവിടെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പം നമ്മളുമായിട്ടൊരു ധാരണയായി എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. വീണ്ടും ദേ വിൽ കം ടിൽ സച്ച് ടൈം പ്രസന്റ് ജനറൽ അവിടെ ഉള്ളിടത്തോളം കാലം ഈ ഒരു ഇഷ്യൂ വീണ്ടും വരും. കാര്യം അദ്ദേഹത്തിന്റെ ടെനൂർ തീരുന്ന അടുത്ത പ്രസിഡന്റ് ആകുന്നത് വരെ, മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെ ഈ പ്രശ്നം ഉണ്ടാവും, അത് ഉറപ്പാണ്. കാര്യം അവിടുത്തെ പ്രശ്നം തീർക്കാനായിട്ട് എല്ലായ്പ്പോഴും ഇവിടെ അറ്റാക്ക് ചെയ്താൽ അവിടെ ഒരു നാഷണൽ സെന്റിമെന്റ്, അയൽ രാജ്യത്തിന്റെ നാഷണൽ സെന്റിമെന്റ് അറൗസ് ചെയ്യാൻ കാശ്മീർ വേണമെന്നും ഇന്ത്യക്കെതിരായിട്ടൊരു അറ്റാക്ക് വേണമെന്നും അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ടുള്ള സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി അസിം മുനിയർ വിദേശ രാജ്യങ്ങളിലോട്ട് ചെല്ലുകയും ഇന്ത്യ അനുനയിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വാർത്ത റിപ്പോർട്ട് വരുന്നുണ്ട്. ഇന്ത്യയെ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് അനുനയിപ്പിക്കേണ്ടത്? ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ആളിനെയാണ് അനുനയിപ്പിക്കേണ്ടത്. നമ്മൾ അഗ്രസർ അല്ല, ഒരു കാരണവശാലും. നമ്മൾ അഗ്രസർ അല്ലാത്തടത്തോളം കാലം എല്ലാ രാജ്യങ്ങളും, നമ്മൾ അതിന് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തില്ലല്ലോ, അല്ല അറ്റാക്ക് ചെയ്തില്ലല്ലോ. നമ്മൾ അവിടെയുള്ള ഐഡിയോളജി അല്ലെങ്കിൽ ലോകത്തിന്, നമുക്ക് തന്നെയല്ല ലോകത്തിന് മൊത്തം ഭീഷണിയായിട്ടുള്ള ടെററിസ്റ്റിനെതിരെയാണ് നമ്മൾ മൂവ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. അപ്പം അതിന് ഒരു ഇന്ത്യയെ അനുനയിപ്പിക്കേണ്ട ഒരു രാജ്യവും വന്നിട്ട് ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഫൂളിഷ് അറ്റംപ്റ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ അനുനയിപ്പിച്ച് വിച്ച് കൺട്രി ക്യാൻ സേ ദാറ്റ് യു ഷുഡ് നോട്ട് ഗോ അഗൈൻസ്റ്റ് ദ ടെററിസ്റ്റ്? ഏതെങ്കിലും രാജ്യം പറയാൻ പറ്റുമോ? അതൊരു ഐ ഡോണ്ട് തിങ്ക് അതൊരു അങ്ങനെ വരുന്ന ഒരു വാർത്തയായിട്ട് അതിനെ കണ്ടാൽ മതി. അത് മാത്രമല്ല സാർ, തുർക്കി പരസ്യമായി പാകിസ്ഥാനൊപ്പം നിന്നു. ചൈന പാകിസ്ഥാനെ സഹായിച്ചു. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി പ്രൊട്ടക്ട് ചെയ്യുന്ന ഏത് രാജ്യത്തിനെയും തുർക്കി സഹായിക്കും എന്നുള്ളത് അവരുടെ ബേസിക് കൺസെപ്റ്റാണ്. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇസ്ലാമിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് ഇസ്ലാമിക് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അവരുടെ ആ ഒരു രീതിയിൽ തുർക്കി അത് പ്രൊട്ടക്ട് ചെയ്തു അല്ലെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അത് സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതുമാണ്. ചൈനയ്ക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണലി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെപ്പൺ സപ്ലൈ ഒക്കെ ചെയ്യും. രണ്ടാമത് ചൈനയുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് $1 മില്യൺ ഡോളറിന് ഈക്വലന്റ് ആയിട്ടുള്ളത് അവർ നമ്മുടെ അയൽ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത ഈ എസ്റ്റാബ്ലിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ ഒരു പ്രശ്നത്തിലോട്ട് തള്ളിവിടാനായിട്ട് അവർക്ക് യാതൊരുവിധ താല്പര്യവും കാണൂല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ ബാധിക്കുന്ന കാര്യത്തിൽ അവർ ഒരു ന്യൂട്രൽ ഇതായിട്ട് എടുക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ അവർ ടെററിസത്തിനെതിരാണെന്നും രണ്ട് രാജ്യങ്ങളെ സംയമനം പാലിക്കണം എന്നും പറഞ്ഞു. അല്ലാതെ വരുന്ന വാർത്തകളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. കാര്യം അവരാദ്യം മുതൽ തന്നെ ഒരു ഫേം സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുവരെ, അതായത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അവരെവിടെങ്കിലും യുദ്ധം ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ യുദ്ധത്തിനെതിരാണ്. അവർ യുദ്ധം ചെയ്യാറില്ല. അവർ ഈ എക്സ്പാൻഷൻ പോളിസി പേടിപ്പിക്കുക, ഇങ്ങനെ ഇത് കയറുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർക്കൊരു യുദ്ധം ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല ഇന്ത്യയുമായിട്ടുള്ളതല്ലാതെ. അതുകൊണ്ട് ആ രീതിക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് അന്നൊരു തിരിച്ചടി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ആ ഒരു രീതിയിൽ ആകുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് അവരും മനസ്സിലാക്കി അവർ സപ്ലൈ ചെയ്തിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഇത്രത്തോളം എഫക്റ്റീവാണ് ശത്രുരാജ്യം ഉപയോഗിച്ചതെന്നും അതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മൊറാല് കൂടുതൽ ബൂസ്റ്റായി അവരുടെ സിസ്റ്റം ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.